കോൺഗ്രസ് ചെയ്ത തെറ്റുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധി. 1984 കലാപത്തെയും സിഖ് സമൂഹവുമായുള്ള കോൺഗ്രസിന്റെ ബന്ധത്തെയും കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് പാർട്ടി ചെയ്ത നിരവധി തെറ്റുകൾ താൻ അവിടെ ഇല്ലാതിരുന്നപ്പോഴാണ് സംഭവിച്ചതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എങ്കിലും ചരിത്രത്തിൽ അവർ ചെയ്ത എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. 80കളിൽ അവിടെ സംഭവിച്ചത് തെറ്റായിരുന്നു എന്ന് താൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗത്തിനിടെ ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധിയുടെ US സന്ദർശന വേളയിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ 21-ന് US-ലെ ബ്രൗൺ സർവകലാശാലയിലെ വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സിൽ നടന്ന ഒരു ചോദ്യോത്തര വേളയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സിന്റെ യൂട്യൂബ് ചാനലിൽ ഈ ആശയവിനിമയത്തിന്റെ വീഡിയോ അവർ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. സിഖ് സമൂഹവുമായി അനുരഞ്ജനത്തിന് താൻ എന്ത് ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് ഒരു സിഖ് വിദ്യാർത്ഥി പരിപാടിക്കിടെ ചോദിക്കുകയായിരുന്നു. 1984 സിഖ് കലാപത്തെക്കുറിച്ച് തന്റെ നീണ്ട ചോദ്യത്തിൽ പരാമർശിച്ചു. സിഖുകാർക്ക് ഇന്ത്യയിലെ തലപ്പാവ് ധരിക്കാൻ അനുവാദമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ് താൻ പോരാടുന്നതെന്ന് ഗാന്ധിജി മുൻപ് US സന്ദർശനത്തിനിടെ നടത്തിയ പരാമർശവും വിദ്യാർത്ഥി ചോദ്യത്തിൽ എടുത്തു പറഞ്ഞു. സിഖുകാരെ ഒന്നും ഭയപ്പെടുത്തുന്നതായി ഞാൻ കരുതുന്നില്ല. ഞാൻ നടത്തിയ പ്രസ്താവന ഇതായിരുന്നു: ആളുകൾക്ക് അവരുടെ മതം പ്രകടിപ്പിക്കാൻ അസ്വസ്ഥതയുള്ള ഒരു ഇന്ത്യ നമുക്ക് വേണോ എന്ന് രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ തെറ്റുകളെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റുകളിൽ പലതും ഞാൻ അവിടെ ഇല്ലാതിരുന്നപ്പോഴാണ് സംഭവിച്ചത്. പക്ഷേ കോൺഗ്രസ് പാർട്ടി അതിന്റെ ചരിത്രത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പറഞ്ഞു. 80കളിൽ സംഭവിച്ചത് തെറ്റാണെന്ന് ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നിലധികം തവണ സുവർണ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ സിഖ് സമൂഹവുമായി എനിക്ക് വളരെ നല്ല ബന്ധവും അവരുമായി നല്ല സ്നേഹബന്ധവുമുണ്ടെന്ന് രാഹുൽ പറയുന്നു. നിങ്ങൾ സിഖുകാരുമായി അനുരഞ്ജനത്തിനായിട്ടില്ലെന്ന് ഒരു യുവാവ് രാഹുൽ ഗാന്ധിയുടെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്. കഴിഞ്ഞ US സന്ദർശനത്തിൽ അദ്ദേഹം നടത്തിയ അടിസ്ഥാനരഹിതമായ ഭയപ്പെടുത്തൽ പ്രസംഗത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് BJP IT വിഭാഗം മേധാവി അമിത് മാളവ്യ പ്രസംഗത്തിന്റെ ഭാഗം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആരോപിച്ചു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും രാഹുൽ ഗാന്ധി ഇപ്പോൾ പരിഹസിക്കപ്പെടുന്നത് അഭൂതപൂർവമായ കാര്യമാണ് എന്നും അമിത് മാളവ്യ എടുത്തു പറയുന്നുണ്ട്. ഇതേ സംവാദത്തിനിടെ തന്നെ ശ്രീരാമനെ ഒരു പുരാണ കഥാപാത്രം എന്ന് വിശേഷിപ്പിച്ചതിനും BJP രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചിരുന്നു. രാഹുൽ ഗാന്ധി രാമദ്രോഹിയും രാജ്യദ്രോഹിയുമായെന്നായിരുന്നു BJPയുടെ ആരോപണം. അതേസമയം എല്ലാ മഹാന്മാരായ രാഷ്ട്രീയ ചിന്തകരും സാമൂഹിക പരിഷ്കർത്താക്കളും നിങ്ങൾ 3000 വർഷം പിന്നിലേക്ക് പോകൂ. ബുദ്ധൻ, ഗുരുനാനാക്ക്, കർണാടകയിൽ ബസവ, കേരളത്തിൽ നാരായണ ഗുരു, ഫൂലെ, ഗാന്ധി, അംബേദ്കർ, പിന്നെ നിങ്ങൾക്ക് ഒരു ഒഴുക്കു തന്നെ കാണാം. ഇവരൊന്നും മതഭ്രാന്തന്മാരല്ല എന്നും രാഹുൽ പറഞ്ഞിരുന്നു. നമ്മുടെ പുരാണ കഥാപാത്രമായ ശ്രീരാമൻ അത്തരക്കാരനായിരുന്നു. ക്ഷമിക്കുന്നവരും കരുണാമയനുമായിരുന്നു. അതുകൊണ്ട് BJP പറയുന്നതിനെ ഹിന്ദു ആശയമായി ഞാൻ കണക്കാക്കുന്നില്ല. ഹിന്ദു ആശയം കൂടുതൽ ബഹുസ്വരതയുള്ളതും കൂടുതൽ ചേർത്ത് നിർത്തുന്നതും കൂടുതൽ വാത്സല്യമുള്ളതും കൂടുതൽ സഹിഷ്ണുതയുള്ളതും തുറന്നതുമായ ഒന്നാണെന്ന് ഞാൻ കരുതുന്നുവെന്നും രാഹുൽ പ്രതികരിച്ചു. എന്നാൽ രാഹുലിന്റെ ഈ വാക്കുകളാണ് BJPയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്.